രുചിരസത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വിറകടുപ്പിൽ ഒരു നാടൻ ചെമ്മീൻ റോസ്റ്റാണ്. അതിനാവശ്യമായിട്ട് 2 വലിയ സവോള നേർപ്പിച്ച കഷ്ണങ്ങളാക്കി അരിഞ്ഞതും 2 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് നല്ലോണം വഴറ്റുക. ലോ ഫ്ലെയിമിൽ വഴന്നു വരുമ്പോൾ തന്നെ നമ്മൾ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ തക്കാളിയും സവോളയും ചെമ്മീനോടൊപ്പം നല്ലോണം വെന്ത് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വേറൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. കാരണം നമ്മൾ നോർമലി ചെമ്മീൻ റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ചെമ്മീൻ സെപ്പറേറ്റ് വേവിച്ചിട്ട് സവോളയുടെ അകത്തിട്ട് പൊടികളൊക്കെ ചേർത്ത് വഴറ്റുകയാണ് പതിവ്. പക്ഷേ ഡയറക്റ്റ് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. അതിനുശേഷം ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ചെമ്മീൻ എടുത്തേക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ചിട്ട് പൊടികളുടെ അളവ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. സവോളയും തക്കാളിയും പൊടികളായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആവണം. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഈ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. ചെമ്മീനും കൂടെ ഇട്ട് ഇതിലേക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളത്തിലായിരിക്കും ഫുള്ള് ഈ ചെമ്മീനും സവോളയും കൂടെ വേകുന്നത്. നമ്മൾ സെപ്പറേറ്റ് വേവിച്ച് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ് വരുന്നത്. അല്ലാതെ നമ്മളിത് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആണ് അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ചെമ്മീൻ്റെ ആ ഒരു സ്വാദ് എന്താണെന്നുള്ളത് മനസ്സിലാകുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കറിവേപ്പിലയും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ തണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഒപ്പം കിടന്ന് അത് വെന്ത് വരുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെയും കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് അതിൽ പിടിച്ചോളും. ഇടയ്ക്ക് നമ്മൾ ഈ മൂടിയൊന്ന് തുറന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മസാലപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. നല്ലോണം ഒന്ന് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം സവോളയൊന്നും ഇതിലേക്ക് വെന്ത് ചേർന്നിട്ടില്ല. ആ സവോള കിടക്കുന്ന കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പം ഒന്നുകൂടെ നല്ലോണം വേകണം. അപ്പം ലോ ഫ്ലെയിമിൽ അങ്ങ് ഇട്ടേക്കുക. ഇപ്പം അടപ്പിലായതുകൊണ്ട് പ്രശ്നമില്ല. എത്ര നേരം വേണമെങ്കിലും അവിടെ അങ്ങ് കിടന്ന് സെറ്റ് ആയിക്കോളും.
ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെള്ളമെല്ലാം പറ്റിച്ച് കളയണം. അപ്പോൾ കറക്റ്റ് റോസ്റ്റിൻ്റെ ആ ഫോമിലേക്ക് ആകും. ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.